ലാൽ ബഹദൂർ ശാസ്ത്രിയിലെ രണ്ടുപേരെ നമ്മൾ ഓൾറെഡി പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനി ഇതിനകത്ത് രണ്ട് ആണുങ്ങളെ പരിചയപ്പെട്ട സ്ഥിതിക്ക് നമുക്കൊരു പെൺകുട്ടി പരിചയമുണ്ട്. ഇതിലെ സുന്ദരിയും സുമുഖയുമായ നായിക സാന്ദ്രയാണ് നമ്മുടെ കൂടുതലുള്ളത്. ഹായ് സാന്ദ്ര. ഹലോ. സുന്ദരി എന്ന് പറഞ്ഞപ്പോ മുഖമൊക്കെ ഇങ്ങനെ ചുമന്നിൽ കൊടുത്തു. ഫസ്റ്റ് പടം എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? പിന്നെ ഫുൾ ഹാപ്പിയാണ്. ഭയങ്കര ടെൻഷൻ അടിച്ച്. ഞാൻ ആദ്യം ഒരു കാര്യം ചോദിക്കാനുള്ളൂ, എത്ര അരി പെറുക്കി? അരി ഇവിടെ ആൾക്കാർ നിൽപ്പുണ്ട്, ചുറ്റിനെ സിനിമയിൽ വർക്ക് ചെയ്ത് എല്ലാവരും കള്ളത്തരം പറഞ്ഞ ഉറപ്പാട് എല്ലാവരും ചെയ്യും. ഇല്ല, കള്ളത്തരം എന്ന് പറയാം, ശരിക്കും അരി ഒരുപാട് പെറുക്കാനുണ്ടായിരുന്നു. പക്ഷെ ഉള്ളതിൽ കുറച്ച് പഞ്ചായത്തിൽ ഓരോ അരി. ഇല്ല, ഞാൻ ആശുപത്രിയിൽ നിന്നായിരുന്നു അരി മുഴുവൻ പെറുക്കിയത്. അപ്പം ആശുപത്രി പഞ്ചായത്തിലാണ്? ആശുപത്രി പഞ്ചായത്തിലെ നേഴ്സ് ആയിട്ടുള്ള. അപ്പൊ നേഴ്സിന് പെറുക്കാവുന്നത്ര അരി ഞാൻ പെറുക്കിയിട്ടുണ്ട്. നന്നായി. അല്ല, ചൂട് വെച്ചല്ലേ ഉള്ളൂ. അതെ, ഇനി എന്തോരം നടക്കാനിരിക്കുന്നു. എന്തായാലും ഫസ്റ്റ് മൂവി ജയസൂര്യ, അജു വർഗീസ്, നെൽവിളി ചേട്ടൻ എങ്ങനെയുണ്ടായിരുന്നു? അയ്യോ പറയാൻ പറ്റുമോ, നമ്മുടെ മിലോൺ. അപ്പം എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് എന്ന് പറയുന്നതിലും കൂടുതൽ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. ഫസ്റ്റ് ഫിലിം തന്നെ ഇത്രയും വലിയ വിജയമായ ഒരു പടത്തിന് കൂടുതൽ നെടുമുടി വേണു ചേട്ടൻ, ജയേട്ടൻ, അജുവേട്ടൻ, പിന്നെ നമ്മുടെ നാഷണൽ അവാർഡൊക്കെ കിട്ടി നമ്മുടെ മിനോൺ കുട്ടൻ, ഇവരുടെ എല്ലാവരുടെയും കൂടെ, പിന്നെ അമിത് ഉണ്ട്, ഹണി ബി ഫെയിം. അപ്പം ഇവരുടെ എല്ലാവരുടെയും കൂടെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയത് ഞാൻ വളരെ ഒരു ഭാഗ്യമായിട്ട് തന്നെ കരുതുകയാണ്. അതുപോലെ തന്നെ ഈ സെറ്റില് കുറിച്ച് പറയുകയാണെങ്കിൽ ഫുൾ സപ്പോർട്ടായിരുന്നു. ഫുൾ ഒരു ടെൻഷൻ അടിച്ച് ഞാൻ ഇരുന്ന ഒരു സന്ദർഭം ഉണ്ടായിട്ടില്ല. ആദ്യമേ കയറിയപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു, ഈശ്വരാ ഞാൻ എന്ത് ചെയ്യോ എന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാം മാറി. എല്ലാവരും സപ്പോർട്ടായിട്ട് ഓരോ തവണ ഓരോന്ന് ചെയ്ത് കഴിയുമ്പോഴും ഇങ്ങനെ ചെയ്താൽ മതി, അങ്ങനെ ചെയ്താൽ മതി, അത് കുറച്ച് കുറയ്ക്കുക, ഇത് കുറച്ച് കൂട്ടുക, അങ്ങനെയൊക്കെ പറഞ്ഞ് ഫുൾ സപ്പോർട്ടായിരുന്നു. എൻജോയ് ചെയ്തു. ജയസൂര്യയും അജുവൊക്കെ ഒരു സെറ്റിൽ ഭയങ്കര ടെൻഷൻ ആവശ്യമില്ല. അതെ, ഫുൾ ടൈം ചിരിക്കുകയാണ്. ടെൻഷൻ ആവശ്യം വരുന്നില്ല. പിന്നെ കുറച്ച് ടെൻഷനൊക്കെ വരാന്ന് വെച്ചാൽ നമ്മുടെ മിലോനെയൊക്കെ ഉണ്ടെങ്കിൽ മിലോൻ ഇപ്പൊ എന്റെ അടുത്ത് സംസാരിക്കാൻ എനിക്ക് ഭയങ്കര, ഞാൻ മിലോന്റെ മുമ്പിൽ ചെറുതായി പോകുന്ന ഒരു ഫീലിംഗ് എനിക്ക് തോന്നി. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? പിന്നെ സംസാരിച്ച് ഞങ്ങള് ഒരു ഫൈറ്റ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പത്തേനും അതെ, ഞാൻ സുല്ലു പറയും അത്ര ഇത്ര കുഞ്ഞു പ്രായം. ഞാനൊക്കെ ഈ പ്രായത്തില് എന്താ പറയാ, ഒരു പുസ്തകം കൂട്ടി വായിക്കാനായിട്ട് അറിയാന്നൊക്കെ വേണേ പറയാ, അത്രക്കൊക്കെ ഉള്ളൂ. സത്യം ഒരു കാര്യം പറയട്ടെ, ഇപ്പൊ മിലോനെ ഞാൻ വളരെ ചെറുപ്പത്തില്, എന്റെ ഒക്കെ ചെറുപ്പത്തിൽ ഞാൻ കണ്ടിരുന്നെങ്കിൽ ഞാൻ സ്കൂളിൽ പോകില്ലായിരുന്നു. വെറുതെ സ്കൂളിൽ സമയം കളഞ്ഞു. അതെ അതെ കാരണം മിലോനോട് സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നിയെന്ന് വെറുതെ എന്തിനാ സ്കൂളിൽ പോയി സമയം കളഞ്ഞു. അതെ, സ്കൂളില് പോലും പോവാതെ ഇത്രയും ഒരു അറിവ് ശരിക്കും റെസ്പെക്ട് ചെയ്യുന്നു. സത്യമായിട്ടും. എന്തായാലും നമുക്ക് ക്യാരക്ടറിലേക്ക് തിരിച്ചു വരാം. സാന്ദ്ര എന്താണ്? സാന്ദ്രന്റെ നായിക ആണ്, പക്ഷെ എന്താണ് ക്യാരക്ടറിന്റെ നെയിം, ഒരു ഐഡന്റിറ്റി? അതെ, നായികയുടെ പേര് താര. നല്ല പേരാണ്. നല്ല പേരാണ്. നായിക ഈ താര എന്ന് പറയുന്ന കുട്ടി ഒരു കുട്ടനാടൻ പ്രദേശത്തൊക്കെ ഉള്ള ഒരു ഗ്രാമീണത ഉള്ള ഒരു കുട്ടിയാണ്. കുട്ടിയല്ല, നായിക. ഓക്കെ, താര ഒരു കല്യാണപ്രായമൊക്കെ ആയി. അപ്പം പെണ്ണ് കാണാൻ വരുന്ന ഒരു സീനിലാണ് എന്റെ ഇൻട്രോ വരുന്നത്. പെണ്ണ് കാണാൻ വരാമെന്ന് പറയുന്നു, പക്ഷെ അത് മുടങ്ങി പോകുന്നു. ജയേട്ടനാണ് കാണാൻ വരാന്ന് പറയുന്നത്. അപ്പം അത് മുടങ്ങി പോകുന്നു. പിന്നെ ഈ ലാലൻ എന്നുള്ള കഥാപാത്രം ജയേട്ടൻ ചെയ്യുന്നത്, ലാലിന് ഈ താര ആകസ്മികമായിട്ട് കണ്ടുമുട്ടുകയാണ്. ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ കണ്ടുമുട്ടുന്നു. ഉള്ളിലെവിടെ ഒരു കുറച്ച് പ്രണയമൊക്കെ ഉണ്ടാവുമല്ലോ, ഫോട്ടോ കണ്ട് ഇഷ്ടപ്പെട്ടാണ് വരാൻ പറയുന്നത്. ഉള്ളിലെവിടേക്ക് ഒരു കുറച്ച് പ്രണയമൊക്കെ. പ്രണയം എന്ന് പറയുമ്പോഴേ അങ്ങോട്ട് എന്താന്ന് അറിയുമ്പോൾ അങ്ങോട്ട് കണ്ടൊക്കെ വിടുകയാണ്. അതെ, അപ്പൊ പിന്നെ അവര് കണ്ടുമുട്ടുന്നു. പിന്നെ അവരുടെ ജീവിതത്തിൽ നടക്കുന്ന കുറച്ച് സംഭവങ്ങൾ ആണ് താര ഈ സിനിമയിൽ ഡീൽ ചെയ്യുന്ന കഥാപാത്രം. നേഴ്സ് ആണെന്ന് പറഞ്ഞു അല്ലേ? ഈ നേഴ്സായിട്ട് ഇതിൽ ജോലി ചെയ്യുന്ന ഇഞ്ചക്ഷൻ വെക്കുന്ന സീനൊക്കെ ഉണ്ടോ? ഇല്ല, അങ്ങനത്തെ സംഭവം ഇല്ല, അങ്ങനത്തെ ഒന്നും ഇല്ല. ഇടയ്ക്ക് വന്നിട്ട് 2 ഡയലോഗ് ഒക്കെ ഉള്ളൂ. ആത്മാർത്ഥത പക്ഷേ മുഖത്ത് വരേണ്ടതാണല്ലോ. അപ്പൊ ഈ ശരിക്കും ഈ നേഴ്സുമാരുടെ ഒരു സംഭവങ്ങളൊക്കെ ഫീലിങ്സ് ഒന്നും കാണിക്കുന്നില്ല. ഇല്ല, ഈ അങ്ങനെ ഒരു ഫ്രസ്ട്രേഷൻ ഒന്നും ഉള്ളൊരു ക്യാരക്ടർ അല്ല. ഒരു സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന തുടക്കക്കാരിയല്ല. അപ്പം ആ ഒരു രീതിയിൽ കൊച്ചു ക്യാരക്ടറാണ്. ത്രൂ ഔട്ട് ഇല്ല. ഒരു ഇടയ്ക്ക് വരുന്നു, പോകുന്നു, പിന്നെ വരുന്നു, പിന്നെ പോകുന്നു, പിന്നെ വന്നു, പിന്നെ ചേട്ടന്റെ കൂടെ പോകുന്നു, ലാലിന്റെ കൂടെ അങ്ങ് പോയി. എന്തായാലും ഫസ്റ്റ് എടുത്ത സീൻ ഏതാന്ന് ഓർമ്മയുണ്ടോ? ഫസ്റ്റ് എടുത്ത സീൻ എന്നോട് ബസ്സിലുള്ള വെച്ചിട്ടുള്ളായിരുന്നു ഫസ്റ്റ് ഷൂട്ട് ചെയ്ത ഭാഗം. അപ്പൊ അതില് ആദ്യം എന്നോട് പറഞ്ഞു ഇങ്ങനെ ഓടുന്ന ബസ്സാ, അപ്പം എന്നോട് പറഞ്ഞു പുറത്തേക്ക് നോക്കിയിരുന്നോളാൻ പറഞ്ഞു.
അപ്പൊ അതാണ് ആദ്യം ചെയ്തത്. പിന്നെ അന്നേരം അഭിനയിക്കാനൊന്നുമില്ല, വെറുതെ ഇങ്ങനെ ഇരുന്ന് പുറത്തേക്ക് ഇങ്ങനെ അങ്ങനെ എന്ന് പറയണം. അപ്പൊ അതാണ് ചെയ്തിരുന്നത്. അഭിനയിക്കാൻ ഒരു ചെറിയൊരു ഭാഗമായിരുന്നു ആദ്യം വന്നത്. അത് ചേട്ടൻ ഇങ്ങനെ ബസ്സിൽ നിന്ന് ഇറങ്ങി പോകുമ്പം ഈ ലാലിനെ ഓൾറെഡി താരയ്ക്ക് ഫോട്ടോ കണ്ട് പരിചയമുണ്ട്. അപ്പം അവര് അപ്രതീക്ഷിതമായിട്ട് ബസ്സിലേക്ക് വരികയാണ്. അപ്പൊ കണ്ട് പരിചയം എവിടെയോ ഉണ്ട്, ഇത് അയാളല്ലേ എന്നുള്ളൊരു കണ്ടീഷനില് പെട്ടെന്ന് തന്നെ ആ ഹാർട്ട് ബീറ്റ് അങ്ങ് വന്നു. ഇറങ്ങി പോകുമ്പോ ചേട്ടനെ നോക്കുന്ന ഒരു ഭാഗമുണ്ട്. അതായിരുന്നു ആദ്യം ഞാൻ അഭിനയിച്ചത്. ഒരു ടെൻഷൻ തോന്നിയത് ഏതൊരു സീനിലാണ്? ഭയങ്കരമായിട്ട് ചെയ്തപ്പം ചീത്ത വിളിച്ചു, അല്ലെങ്കിൽ ഒരു ഷോട്ടിൽ 3-4 സംഭവങ്ങൾ കൂടി പോയി? അയ്യോ, ചീത്തയൊന്നും വിളിച്ചിട്ടില്ല. ചീത്ത വിളിച്ചെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഡയറക്ടർ വന്ന് എന്നെ ചീത്ത വിളിക്കും. ഇപ്പോഴായിരിക്കും ആദ്യം ചീത്ത വിളിക്കുന്നത്. അവരെന്നെ ശരിക്കും എന്താ പറയാ, എന്നെ സഹിച്ചവരാണ് ആ ക്രൂ മുഴുവൻ. എത്ര തെറ്റിച്ചാലും എത്ര തവണ ചെയ്തിട്ട് ശരിയായില്ലേലും ആ ഒരു മുഖത്ത് ആ ഒരു ഇത് കാണിക്കാതെ, പക്ഷെ നമുക്കറിയാം ചെയ്തത് ശരിയായില്ലേ എന്ന് പറയുമ്പോ ആ കട്ട് പറയുന്ന ടോൺ കേട്ടോ നമുക്കറിയാം ശരിയായില്ലേ. അല്ലല്ല, നമ്മള് ചെയ്യുന്നതിന്റെ ഇടയിൽ കട്ട് എന്ന് പറയും. ഓക്കെ, ഒബ്വിയസ്ലി. പിന്നെ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല, അവിടെ നിന്ന് വേറെ എന്താന്ന് വെച്ചാൽ കാണിക്കും. ടെൻഷൻ തോന്നിയത് എനിക്ക് ശരിക്കും ടെൻഷൻ തോന്നി അഭിനയിക്കാൻ മാത്രം ഒരു സീന് കട്ടിയുള്ളതില്ല. പക്ഷെ എനിക്ക് എന്നാലും കുറച്ച് കഷ്ടപ്പെട്ടു എന്ന് തോന്നിയത്, ഒരു ഇത്തിരി പ്രയാസപ്പെട്ട് ഞാൻ ഹോസ്പിറ്റലിലുള്ള ഇത് അതിനകത്തൊരു 3 ഡയലോഗ് അടുപ്പിച്ച് പറയാനുണ്ട്. ഒന്നുമില്ല, പക്ഷെ ഒരു ഈ ഡയലോഗ് കാണാപ്പാടം പഠിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നിയത്. കുഞ്ഞ് 2-3 ഡയലോഗേ ഉള്ളൂ, പക്ഷെ അതൊരു ഇത്തിരി ഒരു ഡിഫിക്കൽട്ട് ടാസ്ക് ആയിരുന്നു എനിക്ക്. പക്ഷെ അന്നേരമാണ് എനിക്ക് കുറച്ച് ചെറിയൊരു ടെൻഷൻ തോന്നിയത്. പക്ഷെ അത് നമുക്ക് ഡയറക്ടറുടെ മുഖം കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും ശരിയായോ ഇല്ലയോ എന്ന്. അന്നേരമാണ് ടെൻഷൻ. എന്തായാലും സാന്ദ്ര പടം ഇതിനകത്തെ ക്യാരക്ടർ എല്ലാം ശ്രദ്ധിക്കപ്പെടുന്നത്, പടം വലിയൊരു ഇപ്പം ഹിറ്റായി പടം ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം സാന്ദ്രന്റെ ഫസ്റ്റ് മൂവി തന്നെ ഹിറ്റായി, അതൊരു വലിയ അനുഗ്രഹം തന്നെയാണ് അല്ലേ? എന്നാലും ഞങ്ങൾക്ക് ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ സാന്ദ്രയെ പോലെ സുന്ദരിയായ ഒരു നായികനെ ഞങ്ങൾക്ക് മലയാളത്തിന് കിട്ടിയിരിക്കുകയാണ്. അത് തന്നെ ഞങ്ങളുടെ വലിയൊരു ഭാഗ്യം. എന്തായാലും സാന്ദ്ര എല്ലാവിധ ഭാഗങ്ങളും നേരുന്നു. ഇനിയും ഒരുപാട് പടങ്ങൾ ഉണ്ടാവട്ടെ. സാന്ദ്ര ഇങ്ങനെ നിറഞ്ഞ് മലയാള സിനിമയിൽ നിൽക്കട്ടെ. നല്ല നാവാ. അടുത്ത നമുക്ക് പരിചയപ്പെടാനുള്ളത്, നമ്മളെല്ലാവരെയും ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഒരു മൂവിയിൽ ഫസ്റ്റ് വരുന്ന ഒരു വ്യക്തി നമ്മളെല്ലാവരും പേടിപ്പിച്ചുകൊണ്ടൊരു ക്യാരക്ടർ ചെയ്യുന്നു. കാരണം നിങ്ങൾ ഹണീബി എന്ന പടം എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ആ പടത്തിൽ ഒരു മീൻ വെച്ച് ഒരു വ്യക്തിയെ തല്ലുന്ന ഒരു ആളുണ്ട്, നമ്മുടെ സ്വന്തം അമിതാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്. അമിത്തിനോട് ചോദിക്കാം. അമിത്തിൻ്റെ കുറേ ഈ പടത്തിൻ്റെ ലാൽ ബഹദൂറിൽ അമിത് നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിശേഷങ്ങൾ അമിത്തിനോട് തന്നെ ചോദിക്കാം അല്ലേ? അമിത്, നമ്മളെ ഫൈൻ. എനിക്കെന്ന് വെച്ചാൽ അമിത്തിൻ്റെ ഫേസിലോട് ഫസ്റ്റ് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ആ മീൻ വെച്ച് തല്ലുന്ന ആ ബുള്ളറ്റിലൊക്കെയുള്ള വരവും അല്ലേ? സത്യമല്ലേ? ആൾക്കാർ കൂടുതലും ഒരു ഭയങ്കര തിരിച്ചറിയുന്ന ഒരു ഇതാണ്. അപ്പം അതുപോലെ തിരിച്ചറിയുന്ന ഒരു വേഷമാണോ അമിത് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്? തീർച്ചയായിട്ടും ഈ ഒരു ഗെറ്റപ്പാണ്. ഈ താടിയുമില്ല. എനിക്ക് ഹണിബി റിലീസായി കഴിഞ്ഞപ്പോ താടിയുള്ള സമയത്ത് പുറത്തിറങ്ങിയ ആൾക്കാരെല്ലാരും തിരിച്ചറിയും. പക്ഷെ താടി പഠിച്ചു കഴിഞ്ഞ ഒരാളും തിരിച്ചറിയില്ല. ആ ഒരു വിഷമം ഉണ്ടായിരുന്നു. എപ്പോഴും താടി ചേർന്നാവുന്നത് ആൾക്കാർ തിരിച്ചറിയാനായിട്ട്. അവിടെ നിന്ന് ആൾക്കാർ ഇതാ മറ്റേ ആള്, അത് കേൾക്കുമ്പോ ഒരു സന്തോഷമാണ്. ഇത് നമ്മുടെ ഹണിബിലെ പിന്നെ പരിചയപ്പെടാനൊക്കെ വരുമ്പോ നമുക്ക് ഹലോ അമിത് ആ ഒരു സന്തോഷം അങ്ങോട്ട് ചോദിച്ചപ്പോഴും. പക്ഷെ ഇതില് താടിയൊന്നുമില്ല. നോർമലി ഒരു സിനിമയിൽ വരാൻ ആഗ്രഹിച്ചു കിടക്കുന്ന ഒരാളായിട്ട് അങ്ങനത്തെ റോളാണ്. അപ്പം എന്റെയൊക്കെ പോലത്തെ ഒരു ഇതാണല്ലേ? നമ്മുടെയൊക്കെ പോലെ, അമിതിനൊക്കെ പോലെ. പക്ഷെ അമിത് ഓൾറെഡി ഇപ്പൊ തന്നെ ഒരു എക്സാബിഷൻ ആയി കഴിഞ്ഞിരിക്കുന്നു. ഇയോബിന്റെ പുസ്തകം, സപ്തമസ്ത്രീയിലൊക്കെ നല്ല നല്ല റോൾസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് കൂടുതൽ ഇപ്പൊ ഒരു മുഴുനീളൻ വേഷം കൂടെ വന്നിരിക്കുകയാണ്. എന്തായാലും നമ്മുടെ ആ ക്യാരക്ടറിനെ പറ്റി പറയും. ഇതില് ഈ ലാൽ ബഹദൂർ ശാസ്ത്രി, ഈ 3 മെയിൻ ക്യാരക്ടേഴ്സും ഇവരും 3 പേര് കണ്ടുമുട്ടുന്നതും പിന്നെ ആ സ്റ്റോറി പിന്നെ ഒരുമിച്ചൊരു ട്രാവൽ ചെയ്യുന്നത് എന്റെ ഒരു ക്യാരക്ടറിന് പറ്റുന്ന ഒരു ഇൻസിഡന്റ് വെച്ചിട്ടാണ് പോകുന്നത്. അപ്പൊ അതിനകത്തൊരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. അപ്പൊ ഈ ഒരാളെന്ന് പറഞ്ഞാൽ ഇയാളുടെ ബേസിക് പാഠത്തിൽ വരാൻ ആഗ്രഹിച്ച് നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. അയാൾ അതിനു വേണ്ടി കണ്ടെത്തിയ ഒരു മാർഗം വലിയ വലിയ നടന്മാർക്ക് ഡൂപ്പ് ചെയ്യുക, സ്റ്റൺസ് ചെയ്യുക. അപ്പൊ അതാണ് പുള്ളി കണ്ടുവച്ചൊരു മാർഗം. അപ്പൊ ഞാനും മനസ്സിൽ ആഗ്രഹിച്ചിട്ടുണ്ട്. കാര്യം ഞാൻ കുറച്ച് ബൈക്ക് സ്റ്റണ്ടൊക്കെ ചെയ്യുന്നുണ്ട്. ഈ സിനിമയിൽ വരാൻ ഇനി എന്താണ് ഒരു മാർഗം? ഈ മാർഗം തന്നെ പിടിച്ചു നോക്കിയാലോ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഇനി വല്ല സ്റ്റൺസ് ചെയ്യാൻ വല്ല ഡൂപ്പൊക്കെ ആയിട്ടെങ്കിലും അങ്ങനെ പോയാലോ എന്ന് വരെ ആലോചിച്ചിട്ടുണ്ട്. അപ്പൊ ബുദ്ധിമുട്ടുണ്ടാവില്ല ഈ റോൾ ചെയ്യാൻ? ഒട്ടും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. കാര്യം എനിക്ക് എന്റെ ലൈഫിൽ ഞാൻ ചിന്തിച്ച കാര്യങ്ങളും പിന്നെ ചെയ്ത കാര്യങ്ങളും ഒന്ന് ചെയ്യണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ.
പിന്നെ ഈ രണ്ടുപേര്, ഒന്ന് ജയേട്ടന്റെ ഒപ്പം, പിന്നെ ഒന്ന് നെടുമുടി ചേട്ടന്റെ ഒപ്പം ഉള്ള ഒരു അഭിനയിക്കാൻ നേരത്തെ ഒരു ചാൻസ് കിട്ടി. ഇയോബിന്റെ പുസ്തകത്തിലായാലും പിന്നെ സപ്തമശ്രീയിൽ നെടുമുടി ചേട്ടന്റെ ഒപ്പം ചെയ്തു. അപ്പൊ എനിക്ക് അവരുടെ ഒപ്പം ഞാൻ ഒത്തിരി കംഫർട്ടബിൾ ആയിരുന്നു. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഡയറക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ കംഫർട്ടബിൾ. നമ്മൾക്ക് എന്താ പറയുക, ഇത്രയും ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ അത് മാക്സിമം പുറത്തെടുക്കാൻ പറ്റുന്ന ഒരു. പിന്നെ ഉണ്ടായിരുന്ന കോമ്പിനേഷൻ ആണെങ്കിൽ തന്നെ ബസ്സിലാണ്, ഫുൾ ട്രാവലിംഗ് ആയിരുന്നപ്പോ നമ്മൾ കാരണം റീടേക്ക് വരുത്തരുത്, നമ്മൾ കാരണം തെറ്റ് വരുത്തരുത് എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ അത് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് പോയി. അപ്പൊ ടെൻഷൻ മനസ്സിൽ ഉണ്ടായിരുന്നെങ്കിലും പക്ഷെ ഭയങ്കര കൂളായിട്ട് ചെയ്യാൻ പറ്റും. കാരണം നമ്മളിൽ ഉണ്ടല്ലോ ആ ഒരു ക്യാരക്ടർ. എനിക്കൂടെ ഓരോ പ്രാവശ്യം ടേക്ക് എടുക്കുമ്പോഴും ഞാനിങ്ങനെ ഡയറക്ടറോടൊന്ന് കട്ട് പറയുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവും ശരിയായിട്ടുണ്ടോ ഇല്ലെന്ന്. അപ്പൊ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് ചേട്ടാ ഇത് മതിയോ, അത് മതി എന്ന് പറഞ്ഞ പുള്ളിയുടെ ഈ പറച്ചിലിൽ തന്നെ കോൺഫിഡൻസ് ആവും. ഓക്കെ, എന്തായാലും എന്താ പറയാ, മിലന്റെ ഒരു ക്യാരക്ടർ പറഞ്ഞു, നെടുമുടി ചേട്ടന്റെ കൂടെ നേരത്തെ ചെയ്തിട്ടുണ്ട്, ജയസൂര്യന്റെ കൂടെ നേരത്തെ ചെയ്തിട്ടുണ്ട്, അജുവിന്റെ കൂടെ ഫസ്റ്റ് ടൈം ഞങ്ങൾ തമ്മിൽ ശരിക്കും ഇതിൽ കോമ്പിനേഷൻ ഇല്ല. എന്നാൽ പോലും എന്താ പറയാ, എന്റെ സീനിയർ ആയിരുന്നു സ്കൂളിൽ. അപ്പൊ അയച്ചേട്ടൻ എനിക്ക് നേരത്തെ അറിയാം. അപ്പൊ അത് കഴിഞ്ഞ് എന്താ പറയാ, ഇവിടെ വെച്ച് ഇങ്ങനെ സെറ്റിലൊക്കെ വന്ന് ആദ്യമായിട്ട് എടാ മറ്റേ പടം നന്നായി എന്നൊക്കെ പറഞ്ഞ് കൈ പിടിച്ച് തന്നപ്പോ അതൊരു വലിയ ഫീൽ ആയിരുന്നു. എന്തായാലും പിന്നെ ഈ ഒരു സിനിമയ്ക്ക് എന്താണ് ഒരു പ്രത്യേകത? ഒരു എല്ലാരും പറയുന്ന ഒരു അജു എന്നോട് പറഞ്ഞ ഒരു കോമഡി ആണോന്ന് വെച്ചാൽ കോമഡി അല്ല, പക്ഷെ സിറ്റുവേഷൻ കോമഡീസ് ഒക്കെ ഉള്ള. എനിക്ക് ഫീൽ ചെയ്ത ഡിഫറൻസ്, ഞാൻ പടം പോയി കണ്ട് ഇപ്പൊ ഇതിനു മുമ്പ് അഭിനയിച്ച പടങ്ങളിലെല്ലാം ഇപ്പൊ ഹണീബി ആണെങ്കിൽ യൂത്ത് എല്ലാവരും കണ്ടൊരു പടം. അപ്പൊ അത് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോ തന്നെ മച്ചാനെ എന്നുള്ളൊരു വിളി ഉണ്ട്. അപ്പൊ ഇതില് ഞാൻ കണ്ടൊരു ഡിഫറൻസ് വെച്ചാൽ, ഞാൻ ആദ്യത്തെ ഷോ കണ്ടു, അന്ന് തന്നെ രണ്ടാം ഷോ, പിന്നെ എല്ലാ ഫ്രണ്ട്സിന്റെ ഓരോ ഗ്യാങ്ങിന്റെ ഒപ്പം ഓരോ ഷോ കണ്ടു. ഒന്ന് ഫാമിലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു പടമാണ്. ഞാൻ ഒരു ഷോ കഴിഞ്ഞിട്ട് ചായ വാങ്ങിക്കാനായിട്ട് കൗണ്ടറിൽ നിൽക്കുമ്പോൾ ഒരു ആന്റി വന്നിട്ട്, ഇത്തിരി പ്രായ ആന്റി വന്നിട്ട് പറഞ്ഞു, മോനല്ലേ ഇല്ല അർജുൻ എന്ന ക്യാരക്ടർ. ഞാൻ അതേ പറഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷം. കാര്യം പ്രായമായിട്ടൊരാള് വന്ന് നല്ലോണം ചെയ്തു, പിന്നെ അവരെ എൻജോയ് ചെയ്യുന്ന പറയുന്ന ഒരു ഡിഫറെന്റ് ഫീൽ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാര്യം ഇപ്പൊ അച്ഛനും അമ്മയും ഭാര്യയും പിള്ളേരൊക്കെ ആയിട്ട് പോയിരുന്ന് കാണാൻ പറ്റിയൊരു പടം. ഒരു മോശമായിട്ടൊരു ചീത്ത വാക്കില്ല ഈ പടത്തില്. പിന്നെ ഒരു മോശമായിട്ട് പിള്ളേരോ അല്ലെങ്കിൽ എങ്ങനെ ഫാമിലി പോയിരുന്ന് കാണാം അങ്ങനത്തെ ചിന്തിക്കുന്ന ഒരു സംഭവം ഇല്ല. ഫാമിലി എന്റർടൈനറാണ്. ഫാമിലി ആയിട്ട് ഒരു വീക്കെൻഡ് ഒരു ദിവസം എന്താ പറയാ എൻജോയ് ചെയ്ത് തിരിച്ചു വരാൻ പറ്റിയ പടം. എന്തായാലും അമിത്തിന്റെ ഈ വാക്കുകൾ തന്നെയാണ് ഫാമിലി. അതുകൊണ്ടാണ് അമിത്തിന്റെ എല്ലാവരുടെയും ഒരു വിശ്വാസമാണ് ഫാമിലി ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നത്. ഈ പടം ഓൾറെഡി ഫാമിലി ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഫാമിലി മാത്രമല്ല, യൂത്തിനും ഒരുപാട് പ്രായമായ ആൾക്കാർക്കും ചെറിയ കുട്ടികൾക്കും ഒക്കെ കാണാൻ പറ്റുന്ന, എല്ലാ ഏജിലുള്ള ആൾക്കാർക്കും കാണാൻ പറ്റുന്ന ഒരു മൂവിയാണ്. അമിത്തെ ഈ പടത്തിന് ഉള്ള വിജയത്തിൽ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഇനിയും പടം ഒരു വലിയൊരു വിജയമായി മാറട്ടെ. അമിത്തിന് ഇനിയും ഒരുപാട് പടങ്ങൾ കിട്ടട്ടെ. താങ്ക് യു. താങ്ക് യു സോ മച്ച്.